ഇവിടെ ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വരുന്നു. അദ്ദേഹം വാർത്തയിലേക്ക് ഞാനുമുണ്ട് ഈ റേസിൽ എന്ന് അദ്ദേഹം കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് കൃത്യമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ വിവിധ പരിപാടികൾക്ക് ക്ഷണിക്കുന്നു. SNDP യോഗത്തിൻ്റെ പരിപാടിയിൽ ക്ഷണിച്ചു. അതിനുശേഷം ഇതാ ഇപ്പോൾ NSSൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനായ ജാമിയ നൂരിയ സമ്മേളനം 4-ാം തീയതി നടക്കുമ്പോൾ മഞ്ചേരിയിൽ ഇനി 11-ാം തീയതി നടക്കാൻ പോകുന്ന ജാമിയ ഇസ്ലാമിയ കോളേജിൻ്റെ 35-ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അത് ലീഗ് വിരുദ്ധരുടേതാണ്. അതാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും സ്വീകാര്യനാകുന്നു താൻ എന്ന് അദ്ദേഹം കൃത്യമായി ഇവിടെ കാണിച്ചു വെക്കുന്നു. പക്ഷേ ഈ ജാമിയ നൂരിയ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ക്ഷണിതാവായിരുന്നത് VD സതീശനാണ്. അപ്പോൾ ഓരോ തവണ ഓരോ നേതാക്കൾ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മാറി ക്ഷണിച്ചതാണ് എന്ന ലീഗ് വൃത്തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകതയൊന്നും ഇല്ല എന്ന്. പക്ഷേ മലബാറിലേക്കും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അവിടെ അതിനുശേഷം സാമുദായിക നേതാക്കളുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അനൗദ്യോഗിക വിവരമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള പിന്തുണ ആർജിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യമാണ്. പഴയ സാഹചര്യത്തിൽ നിന്നും കാര്യങ്ങൾ മാറുന്നു. അന്ന് ഏത് തരത്തിലാണ് ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് 5-ാം മന്ത്രിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് ആ ഉറച്ചു നിൽക്കലിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ചർച്ച പോലും നടത്താതെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് നേരെ തിരിച്ചുള്ള സാഹചര്യം BJP എന്ന ഒരു പാർട്ടിയുടെ കൂടെ വരവോടുകൂടി വന്നിട്ടുണ്ട്.